വാർത്തകൾ തുടരുന്നു. നാട്ടികയിൽ 3 അംഗ സംഘം വീട് കയറി യുവാവിനെ ആക്രമിച്ചതായി പരാതി. നാട്ടിക പഴയ കോട്ടൺ മില്ലിന് സമീപം മുത്തുംകണ്ടത്ത് രതീഷാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്നു രാവിലെയാണ് സംഭവം. കുളി കഴിഞ്ഞ് വീടിനകത്തു കയറിയ രതീഷിനെ അതിക്രമിച്ചു കയറിയ 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. രതീഷിന്റെ ഇടത് കൈക്ക് വൈപ്പർ കൊണ്ട് അടിയേറ്റു. രതീഷിന്റെ ഭാര്യ ഭീഷ്മയെ സംഘം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രതീഷിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഘം കുട്ടികൾ നിലവിളിച്ചതോടെ പിന്മാറുകയായിരുന്നു. അയൽവാസിയാണ് തന്നെ ആക്രമിക്കാൻ സംഘത്തെ ഏർപ്പാടാക്കിയതെന്നും ഇയാളുടെ മരുമകനും സംഘത്തിലുണ്ടായിരുന്നുവെന്നും രതീഷ് പറയുന്നു. രതീഷിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രതീഷിന്റെ പുരയിടത്തിൽ കൂടി ഉന്തുവണ്ടിയിലും മറ്റും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെ ചൊല്ലി അയൽവാസിയുമായി തർക്കമുള്ളതായും പറയുന്നു. കൊടുങ്ങല്ലൂർ പുല്ലറ്റ് അല്ലന്റെ തിയേറ്റേഴ്സിന്റെയും VK രാജൻ സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമനാഥൻ, VB രതീഷ്, ഹണി പീതാംബരൻ, PP സുഭാഷ്, VR സിറിൽ, PS അനിൽ, അഡ്വക്കേറ്റ് VA സന്തോഷ് കുമാർ, PR സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിമ്പ്രം ടോപ്പ് സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വൃക്ഷത്തൈ വിതരണവും നടത്തി. SNS LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം IV സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് KS ലിനീഷ് അധ്യക്ഷത വഹിച്ചു. ഹരിദാസ് മാസ്റ്റർ, താരാനാഥൻ മാസ്റ്റർ, KS സോമദത്തൻ, DC വിഷ്ണു എന്നിവർ സംസാരിച്ചു. ശിഖണ്ഡി ജനിച്ചപ്പോൾ പെണ്ണാവുകയും പിന്നീട് ആണാവുകയും ചെയ്തുള്ള ശിഖണ്ഡിയെ പാണ്ഡവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷ്മരെ ഒരു പടച്ചട്ടിയായിട്ട് നിർത്തിക്കൊണ്ട് ഭീഷ്മരെ അർജുനൻ അമ്പെയ്തു കൊണ്ടു. ഇത് കണ്ടപ്പോൾ കർണന് ഭയങ്കരമായ ദേഷ്യം ഉണ്ടായപ്പോൾ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് കർണൻ അർജുനൻ്റെ നേർക്ക് അമ്പ് ചെയ്തു. കൃഷ്ണന് മനസ്സിലായി ഈ അമ്പ് തീർച്ചയായും അർജുനൻ്റെ ശിരസ് ഛേദിച്ചുകൊണ്ട് പോകുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ തേരിലിരുന്നു കൊണ്ട് കൃഷ്ണൻ കാലുകൊണ്ട് ചവിട്ടി. തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനം നൽകി കുഞ്ഞിരാമസ്വാമിയുടെ കാരുണ്യ പ്രവർത്തനം വീണ്ടും മാതൃകയായി. കണ്ണൂർ സ്വദേശിയായ സ്വാമി തേവരുടെ സന്നിധിയിലെത്തിയിട്ട് വർഷങ്ങളായി. 70കാരനായ സ്വാമി ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് താമസം. ഞായറാഴ്ച സ്വാമിയുടെ വകയായിരുന്നു ക്ഷേത്രത്തിൽ അന്നദാനം. 16,000 രൂപയാണ് അന്നദാനത്തിനായി സ്വാമി ദേവസ്വത്തിൽ അടച്ചത്. 2ാം തവണയാണ് ക്ഷേത്രത്തിൽ സ്വാമി അന്നദാനം നടത്തുന്നത്. ഊട്ടുപുരയിൽ നടന്ന ചടങ്ങിൽ ഭക്തരെ പ്രതിനിധീകരിച്ച് ദിവാസ് ആലയ്ക്കൽ കുഞ്ഞിരാമസ്വാമിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്ഷേത്രം മാനേജർ VN സ്വപ്ന, VR പ്രകാശൻ, K ദിനേശ് രാജ എന്നിവർ സംസാരിച്ചു. മഴക്കാലത്ത് വിരുന്നിനെത്തുന്ന പലതരം രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി വലപ്പാട് +2 NSS യൂണിറ്റ്. വലപ്പാട് സ്കൂളിന് സമീപത്തെ 500ഓളം വീടുകളിലാണ് യൂണിറ്റ് അംഗങ്ങൾ 5 സ്ക്വാഡുകളായി തിരിഞ്ഞ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുപ്പികൾ, ടയറുകൾ, മഴവെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള മറ്റു സാധനങ്ങൾ എന്നിവ കമഴ്ത്തിവെക്കുക, വൃത്തിഹീനമായി കൊതുക് വളരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശുചിയാക്കുക എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ. ഒപ്പം തന്നെ മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ജാഗ്രതാ നോട്ടീസുകളുടെ വിതരണവും നടത്തുന്നു. വ്യക്തി ശുചിത്വത്തിന്റെയും പരിസര ശുചിത്വത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും വളണ്ടിയേഴ്സ് വീടാന്തരം കയറി ഓർമ്മിപ്പിക്കുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും വലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും സഹായത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രോഗ്രാം ഓഫീസർ IK11, യൂണിറ്റ് അംഗങ്ങളായ കീർത്തന KR, മിഥുൻ KP, ആദിഷ് VP എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിമ്പ്രത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ 30ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണവും കിടപ്പ് രോഗികൾക്ക് പുതപ്പ് വിതരണവും നടത്തി. ചന്ദ്രാപ്പനി ഈസ്റ്റ് ശ്രീ മുരുക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.